എന്താ മോളെ പരിപാടി ഓണൊക്കെ ആയിട്ട്? കൊയങ്ങാതൊക്കെ രാവിലെ നേരത്തെ എഴുതേറ്റല്ലേ? അച്ചുക്കുട്ടൻ ഇവിടെ കിടക്കട്ടോ നമ്മളെ. അതെ അതെ, അച്ചുട്ടൻ പിന്നെയും കടന്നു. നല്ല മഴ കേട്ടോ, പൂവൊന്നും ഇട്ടിട്ടില്ല. മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക. കിട്ടില്ല മഴ പെയ്തോണ്ടിരിക്കുക. അപ്പൊ പൂവ് ഇടണം. അതിന് പൂവിടണേ കുറച്ച് മഴ ഒന്ന് തോരട്ടെ, എന്നിട്ട് പൂടാനുള്ള പരിപാടിയാണ്. മോള് ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടി നടത്തുന്നുണ്ട്. ഓള് ഇവിടെ ചായ കുടിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകളൊക്കെ നേരുന്നു. ആ, അപ്പൊ ചായ പായസത്തിന്റെ പരിപാടി ഉണ്ട്. ആ, പായസം, രസം, പിന്നെ പപ്പടം കാച്ചല് ഒക്കെ കഴിഞ്ഞോ? എന്റെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാന് കുറച്ച് സാധനമൊക്കെ അരിഞ്ഞു കൊടുത്തിട്ട് ഞാൻ പിന്നെ അവിടെ പോയി കടന്നതാ. പിന്നെ ആ, പിന്നെ ഓലൻ കൂട്ടുകറി, അവിയല്, ഉപ്പേരി, പപ്പടം, സാമ്പാർ മതി. എമ്പാടും ഉഷാറായിട്ട്. അപ്പൊ എല്ലാരും ഓണൊക്കെ അടിച്ച് പൊളിക്കിട്ടോ. ഞങ്ങള് പൊളിച്ചോണ്ടിരിക്കാണ് കേട്ടോ. മോള് ഇവിടെ ഇലയൊക്കെ അടിച്ച് പൂവിടാനുള്ള പരിപാടിക്കും വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഓള് പൂവൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മഴ പോയാൽ അപ്പം ഓള് അടിക്കും. അതിനുള്ള പരിപാടിയാണ്. എന്തൊക്കെയോ വിക്കർസ് പണിയുണ്ട്. പൂ പോയിട്ട് മഴ പോയാൽ അപ്പം അടിക്കും ഞങ്ങൾ. എല്ലാ ഐറ്റംസും കളറുണ്ട്. കുറേയൊക്കെ ഇന്നലെ വാങ്ങിയതും കുറച്ചൊക്കെ ഇന്നലത്തെ പഴയതൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. നന്നാക്കി ഇടണം. അതേലും നമുക്ക് പ്ലാനിങ് ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. അച്ചൂട്ടനെ എഴുന്നേറ്റ ഒരു പരിപാടി നടക്കൂല, അത് വേറെ കാര്യം. പുതിയ പട്ടാനി കിട്ടോ? ആ, അത് ശരിയാ. മറ്റേ പട്ടാനിക്ക് എല്ലാരും അടിയാ. അപ്പൊ ഞങ്ങൾ പുതിയത് വാങ്ങിയതാട്ടത്. ഇത് ഞങ്ങളിവിടെ മേളല്ലേ, സൂപ്പറായിരുന്നു. ഞാൻ സ്വന്തം അടിച്ചതാട്ടോ. ഐഡിയ ഞാൻ പറഞ്ഞെടുത്ത് ഐഡിയ ഞാൻ പറഞ്ഞെടുത്തപ്പോ ചായ വേണം, ചായ കുടിക്കാം. അത് പീടിയൊന്നും കുടിച്ചിട്ടില്ല. ഒരു കാലി ചായ കുടിച്ചു. കടി കുടിച്ചില്ല. കടി വേണ്ടാച്ച്. പായസം ഉണ്ടാക്കണം. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സേമിയായിട്ടുണ്ടെങ്കിൽ പ്രാവശ്യം ആട്ടയായിട്ടുണ്ടാക്കണം. ആ, എങ്ങനെ ഉണ്ടാവും അവന് നോക്കാം. നമുക്ക് പ്ലാൻ ചെയ്ത് കുത്തിരിക്കുകയാണ് മക്കളെ. മഴ പെയ്തിട്ട് അവിടെ ഫുള്ള് വെയിറ്റ് ആൻഡ് സീ. ഇവിടെ കൊലായിലിട്ടത് എന്താറിയോ, ആകെ ഇത്തിരി സ്ഥലമുള്ളൂ. ഇനി അച്ചുമോള അതിൽ ഇത്തിരി പോയാൽ റെഡിയാവും. പൂവൊക്കെ വെയിറ്റിങ്ങിലാണ്. മാക്സി അടിപൊളിയാണ്, ഒന്നും പറയാല്ല. ഞാൻ മറ്റേ മാക്സിമം വാങ്ങിച്ചിരുന്നത് ഞാൻ കണ്ടിട്ട് തോന്നി. എനിക്ക് ഇഷ്ടമായി നന്നാട്ടെ. ഇങ്ങനെ ഇതുവരെയില്ല. അത് വാങ്ങി അല്ലേ നമ്മള് വേണം നോക്ക് പറ്റൂല. നജ്ജിട്ടോ ആ പോക്ക് പറ്റൂല. റോസാപ്പൂ വയ്ക്കണേ നല്ല ഭംഗിയുണ്ടല്ലേ. കൊറേ ദിവസം അതിൽ കാണുമ്പോൾ നമ്മക്ക് ഇട്ടാൻ കഴിയില്ലണി. അതൊക്കെ കമ്പ്യൂട്ടറിലും ഇതിലൊക്കെ ചെയ്യുന്നതാവും. അത് ഈ പോകുന്നരിഞ്ഞ മോളെ അത് അരിയണ്ട. ഇനിയിപ്പോ അങ്ങനെ തന്നെ ഉള്ളിട്ട സാധനം ഉണ്ടല്ലോ. ഇത് ഇന്നാളെ നിങ്ങള് പൂ വാങ്ങാൻ പോയപ്പോ ഞങ്ങള് ചെന്നപ്പോ മല്ലികയും മറ്റേ 2 കളർ മല്ലിക, ഇന്നലെയാ മിഞ്ഞാന്ന് 2 കളർ മല്ലികയും കഴിഞ്ഞു. അപ്പൊ കുറച്ചവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ചെക്കനോട് വെച്ചിട്ട് എന്താ പോയി, അത് ഞങ്ങൾ ഒഴിവാക്കിയത് ചേച്ചി കേടുന്നതാണ്, നിങ്ങൾക്ക് വേണോ വെച്ച് ഞങ്ങളോട്. ആ ഞങ്ങൾക്ക് നാളെ അറിഞ്ഞത് എടുത്തുന്ന ചെക്കൻ. എന്നിട്ട് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സൈഡിൽ ഇങ്ങനെ ഹാപ്പി ഓണം മഞ്ഞ ഓണം വൈ ഒരു മൂടിട്ടില്ല കേട്ടോ. അത് മുടിയൊക്കെയാണ്. ഇതിന്റെ മുടിയൊന്നും വെട്ടിക്കണ്ടേ വെട്ടാനായിട്ടില്ലതേ. കൊളുകൊളു കുഴിക്കണം. കുടിക്കണീന്റെ തല ഞാൻ സായിബാബ ഇതിങ്ങനെ ചാടുമ്പോ അവരുടെ അമ്മ അടിച്ച കുപ്പായം കാട്ടി കൊടുക്ക് എല്ലാവർക്കും. പൂവ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. ഇപ്പൊ അതിന്റെ ഒരു മൂടില്ല. ആ, നല്ല ചെണ്ടല്ലോ, സുന്ദരി ആയിന്നല്ലോ മോളെ. വെള്ള അരി എന്നാലും പച്ചേന്റെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ചളിക്ക് ഇറങ്ങണ്ട. വെള്ളം വരുന്ന നിങ്ങള് വെള്ളമുണ്ട് അല്ലേ? ഒക്കെ ഞങ്ങളാണ് വെച്ചാൽ കറക്റ്റിലാണ് വരും. ഞങ്ങൾ ഏതോ സൈസ് നിങ്ങൾക്ക് അറിയാമോ? ഓ, ആയിക്കോട്ടെ.
ഇനി ഏതെങ്കിലും ഒരു കളർ മാച്ചാക്കി കൊടുക്കാം. നോക്കാം നമുക്ക്. ഓറഞ്ചോ അങ്ങനെ ഒരു ഏതെങ്കിലും നല്ലൊരു കളർ ഇടാൻ പിന്നെ അതിന് ചേരൂലേ. ആ അങ്ങനെ ഉണ്ട്, അത് ശരിയാ. ആര് വയ്യ പൊന്നെ രണ്ടാളില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് പോകും. ഞാനത് വെള്ളത്തിരിയിലുള്ളെങ്കിൽ ഓറഞ്ച് ഇട്ടാലോ ഇട്ടാലോ ഞാൻ ഇപ്പൊ ഇതൊക്കെ പടക്ക് കുട്ടിയെ ഇങ്ങനെ ഇടാക്കിയേക്ക് ഞാൻ. അത് വാടർമല്ലി ഇട്ടാലോ നാല് ആയിക്കോട്ടെ. അച്ചുട്ടാ വട്ടത്തിലോ വട്ടത്തിലിടാൻ അല്ലേ ഞാൻ അങ്ങനെ എല്ലാം രക്ഷിച്ചത് ചോറിനാണ് കേട്ടോ. മറ്റേ സിനിമയില് പറയുമ്പോഴേ അവിടെ കൂർപ്പിക്കും ഇവിടെ കൂർപ്പിക്കാറുണ്ട്. കരിഞ്ഞുണ്ടാക്കിട്ട് അതൊക്കെ ഞാനും കൂടി കൊടുത്തേ. എല്ലാ സാധനത്തിനും ഞാൻ കൂടി കൊടുത്തേ. അത് കൈ കൊണ്ടിരുമ്പോ കിട്ടൂലടാ, അങ്ങനെ ഉണ്ടേ. അച്ചുവിന്റെ അമ്മേല് മറ്റേ ഉർവശിയിലെ ഇങ്ങനെ നാട്ടുകാരെ പോലെ കൂർപ്പിട്ട് ഇങ്ങനെ വായോട്ട് പറയും പോലെ എല്ലാത്തും ഇവിടെ പ്ലാൻ മാറ്റി മക്കളെ, പ്ലാൻ മാറ്റി. ഫുള്ള് പൂവും മാറ്റിയിട്ട് ഇപ്പം ഐഡിയ മാറ്റി, വേറെ ഐഡിയയിലേക്ക് മാറി. ഓ ഇതുണ്ടോ തറ ഫുള്ള് ഐറ്റംസ് മാറ്റി. പിന്നെയും എന്താണ് ഓ സുന്ദരി തന്നെ. ഇതിപ്പോ ഇന്ന് പൂവിടുന്ന് എനിക്ക് തോന്നില്ല. ഇവര് രണ്ടാളും കൂടെ ഇപ്പൊ വീണ്ടും വീണ്ടും ഇവര് പ്ലാൻ ബി പ്ലാൻ ഏത് വാങ്ങുമ്പോ രസമല്ല പിന്നെ അത് ഊരൂല്ല. ഇതൊക്കെ പെക്കി വാങ്ങിയത് 3/4 ചോപ്പ് വെക്കാൻ നടക്ക്. ചോപ്പ് വെച്ചിട്ട് ചോപ്പ് 2-3 അങ്ങനെ വെച്ചോളാം. പൂ പോലെ ഇങ്ങനെ ആക്കി എവിടെ ഓ എന്താ പാപ്പന്റെ കുട്ടി ഇപ്പൊ ആകെ ഒറ്റക്കായല്ലോ. ഇവര് രണ്ടാളും കൂടെ അഭിപ്രായം പറഞ്ഞിപ്പോ വെച്ചോളാം. ഈ വൈലറ്റ് എന്നിട്ട് വെള്ളം ഇട്ട് കൊടുത്താൽ ഇത് മതി. കല്യാണത്തിനൊന്നും പോകല്ലോ ചേരാന്. വെള്ളം വെച്ചോ. റോസാപ്പൂ ഇനി നാളെ ഇട്ടൂല. പിന്നെ എന്തിനിട്ടേക്കത് പിന്നെ എന്നാ അതായത് വെച്ചുട്ടാ ഇതൊക്കെ തേടുന്നതാ. അമ്മ പറഞ്ഞതാണ് കുട്ടിക്ക്. നമ്മുടെ ഇന്നോലും ഇതിപ്പോ എങ്ങനെ ഉദ്ദേശിച്ച ചെറിയ കയ്യിന്റെ ഇവിടെയൊക്കെ ഏതാ പറ എങ്ങനെ ഇടുന്നത്? ഈ പച്ചും ചോപ്പും നടുക്ക് വരണം. പ്ലാൻ ബി രണ്ടാമത് വീണ്ടും പ്ലാൻ മാറ്റിയിരിക്കുന്നു. നേരെ നിൽക്കൂല, പരത്തി മതി. അങ്ങനെ മതി. എങ്ങോട്ടേക്ക് പോകുമ്പോ ഞാൻ ചിലപ്പോ ഏതെങ്കിലും ഡ്രസ് ഊരിക്കള അറിയുന്നോട് ഊരി വെപ്പിക്കും. അത് ഇടാനായിക്കൂല. എങ്ങനെ ഇടുന്നേ? പട്ടത്തിലോ അതങ്ങനെ കോണാക്കിട്ട് കൊടുക്കുക. എങ്ങനെയായാലും മതി, കുഴപ്പമില്ല. വെള്ളം ലേശമുള്ളൂ. വട്ടത്തിലിടുക. ആ എങ്ങനെ ചെട്ടോ നിങ്ങള് പറയണേ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഞാൻ അങ്ങനെ വേണ്ട. വെറും വട്ടത്തിലോ ആലോചിച്ച് ലാസ്റ്റ് എടുത്ത് എന്റെ ഒരു ഐഡിയക്ക് പോവാണ്. ആക്കിട്ടൊന്നുമില്ല. പപ്പന്റെ കുട്ടി ചളിയാക്കൂല അല്ല ഞാൻ. അങ്ങനെ എന്റെ ഐഡിയ പരമായിട്ട് ഓരോ പൂവൊക്കെ ഇട്ടോണ്ട് സംഗതി ക്ലിക്കായി. അടിപൊളിക്കാണ്. ഇതാണ് ഏറ്റവും രസം കളറല്ലേ. സൂപ്പറായിരുന്നു. ഞാൻ എന്റെ കയ്യോടെ എത്തിയാ പിന്നെ അതൊക്കെ സൂപ്പറാണ്ടാവും. മൃഗങ്ങള് ഒക്കെ നമ്മളെ കയ്യട ട്രൗസറൊക്കെ അതിനെ കുളിപ്പിച്ചിട്ടില്ല, പല്ല് തേച്ച് കൊടുത്തിട്ടില്ല. പണി അങ്ങനെ കലാശായിക്കൊണ്ടിരിക്കുക. ഞങ്ങള് പണ്ട് ഞങ്ങളെ കുട്ടിക്കാലത്തെ ഞങ്ങള് പൂവിടുമ്പോ ഞാനും ചേച്ചി ഇതേപോലെ ഇങ്ങനെ അന്ന് ഞങ്ങൾ പൂവൊന്നും വാങ്ങൂല കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അവിടെ ഇവിടുന്നൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരൂലേ. പറിച്ച് പൂടോ പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ അരിട്ടോ. ഒരു ഇതേപോലെ ഞങ്ങൾ ഇട്ട പൂവ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെറുച്ചിട്ട് വീട് ഇങ്ങനെ നേരെ മുന്നിലാണ്. അവിടെ കുട്ടികളുണ്ട്. എന്നിട്ട് ഓലിങ്ങനെ നോക്കി നിൽക്കൂട്ടോ. ഞങ്ങളെ
എന്നിട്ട് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മോളിയേ വിളിക്കും, അല്ലെങ്കിൽ മുത്തേ വിളിക്കുക, അതിട്ടുണ്ടേ അങ്ങനെയൊക്കെ വിളിക്കുക. അത് പറന്നിട്ട് വരുന്നുണ്ടോ അതൊക്കെ ഒരു കാലാണല്ലേ. അന്നത്തെ രസമാണ്. അങ്ങനെ ഇടയ്ക്കും പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഒപ്പം പോവുക, കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ കുളിക്കാൻ പോവുക, കളിക്കാൻ പോവുക, കുളത്ത് ചാടാനൊക്കെ രസമാണ്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയില്ല. ഇവക്കൊന്നും നീന്താനും അറിയില്ല കേട്ടോ. എൻ്റെ മോൾക്കൊന്നും ചെറുക്കൊന്നും നീന്താനും അറിയില്ല. ഞാനൊക്കെ നീന്തും. ഞങ്ങളൊക്കെ ചാലിയാർപ്പുഴയിൽ കുളിക്കാൻ പോകും. അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ പുഴയ്ക്കാണ് കുളിക്കാൻ പോകും ഞങ്ങൾ. പുഴയും കുളവും തോടൊക്കെ ഉണ്ട് അവിടെ. കൊണ്ട് ലാസ്റ്റ് ഞങ്ങള് വേറൊരു രൂപ ഇങ്ങനെ വരും. ഞങ്ങള് തണലൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കല്ലേ. പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ആയുഷത്തിന്റെ പരിപാടിയാണ് കേട്ടോ. പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും കൂടി ആയ ചോറുണ്ടല്ലേ. വിലക്കാറ് രാവിലെ വലിയ 2 പത്തിരിയൊക്കെ തിന്നാ. പിന്നെ എത്ര പോകുന്നൊരു പത്തിരി സമയം എത്രയും 3 മണിക്ക് നീച്ചതല്ലേ. ഇവിടെ ചേട്ടായി പുതിയ ഉടുപ്പൊക്കെ ഇട്ടിന് സുന്ദരിയായല്ലോ. കൂട്ടിയിരിക്കുകയാണ്. അതിന് കൊറേ ഉടുപ്പ് വാങ്ങി ഞങ്ങള് വീട്ടിലിടുന്നത്. ചേച്ചി എവിടെയോ മടക്കി അല്ലേ. എവിടെ മോളിച്ചത് കൊണ്ടുവച്ചത് അതിന്റെ ഡ്രസ്സ് കൊറേ ഡ്രസ്സ് കാണാനല്ല. അംഗനവാടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ തപ്പി തെരഞ്ഞു നോക്കിയാ കൈ 2 നല്ല ഡ്രസ് ഉണ്ടല്ലേട്ടോ. പാല് കഴിക്കണ നീ പശുവിനെ കറക്കേണ്ടി വരും മേഡം. കുറച്ചിട്ട് കൊടുക്കോ ചില സാധനത്തില്. എല്ലാവരും തോരടാൻ പാടില്ല, വാരിയാണ് ഇടുക. എല്ലാത്തിലും ഇടരുത് അങ്ങനെ. എല്ലാവരും ഇടും. മുടി വെച്ചിട്ടാ സെറ്റാക്ക്. താത്താക്ക് കൊടുക്കാനുള്ള കൊടുക്കണം. നമുക്ക് ഇങ്ങനെ പിന്നെ സാധാരണ കുത്തി വെച്ചില്ല. ഞാനത് ഇട്ട് കൊടുക്ക്. സ്പീഡ് കുറക്കി. കരിയോ സ്പീഡ് കുറക്കി. ഞാൻ ഇട്ട് കൊടുക്കും. തക്കാളി മുറിച്ചിട്ട് കൊടുക്ക്. തട്ടിപ്പായിട്ട് നടക്കുക. ഫോണ് കളിക്കാനല്ല, ഒന്നുമല്ല, ഫോൺ കളിയാണ് ലേശം. അതാണ് പ്രശ്നം. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഉണ്ടാക്കാനൊക്കെ അറിയാം. കരിയാപ്പും കഴുകിയിട്ടാളാ. ഈ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ കുട്ടിക്ക് കഞ്ഞി കൊടുത്തിട്ടില്ല. നേരെ എത്രയായി? നമ്മുട്ടി എല്ലാവരും മാമ വെച്ചപ്പോ പൊന്നെ അടുക്കണ്ട. അതൊക്കെ പറ്റും. ഓക്കെ, അത് വേസ്റ്റല്ലേ. കുഞ്ഞാരി ഇവിടെ വിൽക്കണോക്കിയാ. അതാ ഇവിടെ പോക്കറ്റ് ഉണ്ട് മേഡം. കയ്യിലെവിടെയാണ് കൂട്ടുകാരികൾ വരുന്നങ്ങനെ. അപ്പൊ ആ വേഷത്തിലപ്പോ ചേച്ചിയും കുട്ടിയും കഴിക്കല് തുടങ്ങിട്ടോ. ഞാൻ കുളിക്കാൻ പോയ വന്നപ്പോ തന്നെ വിശന്നിട്ടാണ്. വേറെ ഒന്നല്ല, കുട്ടിയൊക്കെ ഫുള്ള് വിശന്നിട്ട്. കാരണം ഒരുപാട് ടൈം പോയത്. കറി ഇട്ടായി കുട്ടിക്ക്. ഇതോ പുളിഞ്ചി ഇട്ടായോ? ഇങ്ങനെ വരലോട്ട് നാമില് വെക്കൂ. സൂപ്പറ ആയിക്കോട്ടെ. പായസത്തിന്റെ ആളാ പായസ സെറ്റ് ചൂടാതിരിക്കണം. ഇപ്പഴ അടുപ്പത്തുനിന്ന് വാങ്ങിച്ചത്. അതെ, സമയം കൊറേ ആയില്ലോ. തിന്നിട്ട് വേഗം കൊടുക്ക് മോളെ. ഇത് കൊണ്ടേ കൊടുക്കട്ടോ. അപ്പൊ താത്തക്ക് കൊടുക്കാനുള്ളൊക്കെ സെറ്റ് ആയിട്ടോ. അവിയല് മറ്റുള്ള സാധനങ്ങളൊക്കെ ഒരു 2 പപ്പടം കൂടെ കൊടുത്തിട്ടോ. പപ്പടം താത്തക്ക് കൊടുക്കാനുള്ളട്ടോ. ഞാൻ ചോറെടുക്കി കൊണ്ടെടുത്ത് വാ. ആ മതിലിന്റെ വിളിച്ചിട്ട് മതിലിന്റെ അടുത്ത് വരാൻ പറഞ്ഞാൽ എന്നാലും എന്റെ ശിബു അത് കൊഴപ്പില്ലാന്ന്. എന്നാ അമ്മ ഇജൊന്ന് പോയി കൊടുത്താല്. കവറൊക്കെ പോയി. ഞങ്ങള് മൊത്തം അടിച്ചു വൃത്തിയാക്കിയാലേ. ഓക്കെ മേഡം. നല്ല കവറാ ഇതൊക്കെ ഇനി വേസ്റ്റിക്ക് ഇടണത്. ഇനി എന്താ വേസ്റ്റേര് വന്നാലേ. പപ്പടം സാധാരണ കവറിലല്ലേ എന്ന് ഞാൻ അതിലാക്കി വെച്ചത് കേട്ടോ. അല്ല, അത് നല്ല കാര്യം. ബേക്കറി ഒഴിവാക്കിയാല് സെറ്റാണ്. സെറ്റ് പൊട്ടണ്ട കേട്ടോ. അല്ല, അത് നോക്കണ്ട. സെറ്റ്
എന്നാ ഇജ്ജ് ഓരോന്ന് കൊണ്ടേ കൊടുത്തോ. അവിയലും ഇതെടുത്ത് പോയിക്കെന്നാ പായസോ എന്തെങ്കിലും എടുത്തോ. ആ ഓരെടുത്തിന് ഏതായാലും നമ്മളെ താത്തന്റെ സാധനങ്ങൾ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. എടിയാതെങ്ങാനും പൊട്ടി എന്നെ തലക്കിയ ആയിക്കോട്ടെ. ഡ്രസ്സ് വാങ്ങിയല്ല, അതിന് ഞാൻ വെയിറ്റുള്ള സാധനം ഞാൻ കൊണ്ടുവന്നു. ആ അപ്പൊ കൊഴപ്പാണ് കൈ. ഏതായാലും കൂട്ടിപ്പിടിച്ചായി എല്ലാ സാധനവും പാക്കറ്റാക്കി പോവുക. ഇരുന്ന് നോക്കോ. ഓക്കെ സെറ്റല്ലേ? കവറ് പിടിച്ചോട്ടോ നല്ല. മോളെ കൂട്ടി പോയിക്കോ. തൊടൂലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ മോളും പോയി കൊടുക്കും. മോളെ മോളും പോയി കൊടുക്കും. ചൂടുണ്ട് കേട്ടോ മോള്. അച്ചാറോ? അത് വേണമെന്നില്ല, കുഴപ്പമില്ല. അച്ചാറൊക്കെ എപ്പോഴും കഴിക്കുന്നല്ലേ. എന്റെ തരിമണികളും കൂടെ പോവാണ്. കുട്ടി ഓള് വലിയ ചേച്ചി. ചോറിനായിട്ടോ ഏതായാലും വിഭവങ്ങളൊക്കെ എന്താണ് പായസം കൊടുക്കടി കുട്ടിക്ക്. വിഭവങ്ങൾ എന്തൊക്കെയാ? ഓലൻ, കൂട്ടുകറി, ഉപ്പേരി, പുളിഞ്ചി, ഇഞ്ചിത്തൈര്, അച്ചാറ് വെച്ചില്ലേക്ക്. അച്ചാറ് ലേശം ഇട്ടിട്ടുള്ള അച്ചാറ്, പപ്പടം, പായസം, സാമ്പാർ അല്ലേ? മതി. കൊള്ളൂ തേങ്ങക്ക്. നല്ല വിശപ്പെട്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ നോക്കണം കേട്ടോ. ഇനി ഫുഡ് കഴിക്കട്ടെ. ഈ കൂട്ടുകറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല ഇഷ്ടമായിരുന്നു. ഏതായാലും എല്ലാവർക്കും ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ട് കുട്ടീനാട്ടി പിടിക്കി. കുട്ടി ടാറ്റ കൊടുക്കണ്ടേ? ഹാപ്പി ഓണം പറയൂ. ഇങ്ങനെ പറയൂ. സപ്പോർട്ട് ചെയ്യണം പറയൂ. കുട്ടീനെ ഇഷ്ടല്ലേ ചോദിക്കൂ. ലൈക്ക് അടിക്കണം. നീ ഇങ്ങനെ ഹാപ്പി ഓണം. ടാറ്റാ. അപ്പൊ ഇനി ഞങ്ങള് ചോറൊക്കെ കഴിക്കട്ടോ. ഇത്ര വിഭവങ്ങളൊക്കെ കൂട്ടി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.